എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാൻ നിൽക്കുന്നത് ഒരു വാട്ടർ സ്പോർട്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഊഹം ഉണ്ടാവും. കയാക്കിങ്ങിന് വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കണേ. ഏതാ സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ കളത്തറയിലാണ് നിൽക്കണേ, കളത്തറ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ട് 14 ആയെന്ന് എനിക്കറിയില്ല. ഈ ഇടക്കാണ് തോന്നുന്നു കയാക്കിങ് തുടങ്ങിയേക്കണേ. ഞങ്ങളിവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, കയാക്കിങ് അവൈലബിൾ എന്ന് പറയുന്നത്. കയാക്കിങ് മാത്രമല്ല, വാട്ടർ സ്പോർട്സ് എല്ലാം എന്നാലും ഒരുമാതിരി ഉണ്ടായി. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിക്കുന്നത് നമ്മുടെ കയാക്കിങ്ങിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാ കണ്ടോ, ബാക്കിലൊരു ഷെഡ് ഉണ്ട്, അവിടെ നിന്നാണ് ചെയ്യണത്. അപ്പോൾ ഇവിടെ നിന്ന് ഇൻട്രോ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും വഴിയെ പറയാം, ചോദിച്ചാൽ അറിയാം, പുള്ളിനോട് ചോദിച്ചിട്ട് പറയാം. 100 റുപ്പീസാണ് ഒരു മണിക്കൂറത്തേക്ക് കയാക്കിങ്ങിന് മാത്രം. പക്ഷെ നമ്മൾ ഒരു മണിക്കൂറത്തേക്ക് എന്താ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. നമുക്കൊരു 3/4 മണിക്കൂർ മതിയാവും, കാരണം ഒന്നാമത് നല്ല വെയിലാണ്. പിന്നെ ഇതാണ് സ്ഥലം, ഇത്രയും ഭാഗമാണ് നമുക്കുള്ളത് കയാക്കിങ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് അപ്പുറത്തുണ്ട് കണ്ടോ. അപ്പോൾ ഇത് ഏതാ ഭാഗം ഞാൻ പറഞ്ഞു, നമ്മുടെ കളത്തറയാണ്. ഓക്കെ, അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ലിങ്കിലുണ്ടാവും. അപ്പോൾ ഇതിലേക്കൂടെ നടന്ന് നമുക്ക് നേരെ എന്നിട്ട് കയാക്കിങ്ങിനുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയെന്ന് വെച്ച് ചോദിച്ച് സേഫ്റ്റിയും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അതെ, നേരെ വെള്ളത്തിൻ്റെ നടുക്കായി. ഇത് അവിടെ ബാക്കിൽ നിന്ന് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അവിടെ നേരെ നടുക്കായി ഇതുണ്ടോ, ചുറ്റും വെള്ളമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ലക്ഷ്യം വിട്ടുന്നത് അവിടെ വരെ പോകണ്ട, നമ്മളെറ്റം വരെ നമുക്ക് നോക്കാം. ഫോണത്രയും പോകും. ചേട്ടൻ പറഞ്ഞാൽ അധികം വലിയ ആഴുമില്ലെന്ന് പറയുന്നത്. ചില സ്ഥലത്ത് മാത്രമേ വലിയൊരു ഡീപ്പ് ഉള്ളൂ. പക്ഷെ എന്തായാലും എന്താ നമ്മൾ ഫുൾ സേഫ്റ്റിയിലാണ് വന്നേക്കണേ. അപ്പോൾ 2 പേര് തുഴയണം എന്നാണ് ചേട്ടൻ പറഞ്ഞത്. വേറെ വലിയ കയാക്ക് 2 പേർക്കുള്ള കയാക്കും. പക്ഷേ ഒരാൾ തുഴഞ്ഞിട്ടായാലും പോകുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാനും തുഴയും. അപ്പോൾ ഇനിയുള്ള വിഷ്വൽസ് നമുക്ക് ചെസ്റ്റ് മൗണ്ട് ഒരു കണക്കിന് ഞാൻ കയറ്റി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. എവിടെ വരെ പോകുന്നതും കാണിച്ചു തരാം. പിന്നെ ഇതിന് റേറ്റ് ഞാൻ പറഞ്ഞല്ലോ 100 രൂപയാണ് ഒരു മണിക്കൂറത്തേക്ക്. നമ്മൾ എന്താണ് 250 രൂപ ഒരു മണിക്കൂർ. അപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റുണ്ട്. നമുക്ക് ആ ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം. പിന്നെ മാസ്ക് ഇട്ടതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറയണത്. അപ്പോൾ എന്തായാലും വെറുതെ ഫൈൻ അവർക്ക് കൊടുക്കണം എന്തിനാന്ന് പറഞ്ഞിട്ട് നമ്മൾ മാസ്ക് ഇട്ടേ. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം, വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ ഇവിടെ കിടന്ന് കളിക്കലാണ്. നമ്മളെന്താ അറ്റത്ത് ഒരു മരമുണ്ട്, ക്യാമറയിൽ എന്തായാലും കാണാൻ ചാൻസ് ഇല്ല. അവിടെ വരെ നമുക്ക് പോയി നോക്കാം. ആ ചേട്ടൻ പറഞ്ഞാൽ അവിടെ ഒട്ടും ആഴുമില്ല, നമ്മുടെ മുട്ടിനേക്കാളും ആഴം കുറവാണെന്ന് പറഞ്ഞാൽ. ഇറങ്ങണമെന്നില്ല, കാരണം ഇറങ്ങി ഇനി വേണ്ടാത്ത പണിക്ക് ഇരിക്കണല്ലോ. നമ്മളെന്തായാലും അവിടെ വരെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. 2 പേരും തുഴയുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ പോകണമുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കയാക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു ബോട്ട് മേടിച്ചിട്ട് ചെയ്ത് വെച്ചു. അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടെന്ന് പറഞ്ഞു, ലിങ്ക് ഞാൻ പൊക്കത്ത് കൊടുത്തേക്കാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു എക്സ്പ്ലോറർ 300 അല്ലേ, ഒരു പരീക്ഷണ വ്ളോഗ് നമ്മളത് മേടിച്ചു. അതിന് 5000 ഒന്നും. ആ ലിങ്കിന് അത് ആ വീഡിയോന് എല്ലാം പറയുന്നുണ്ട്. അത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പൊക്കത്ത് ലിങ്ക് ഞാൻ ഇട്ടേക്കാം. പക്ഷെ അതിനേക്കാളും ഒത്തിരി സുഖമാണ് ഇത് പോകാനായിട്ട്. കാരണം ഒന്നാമത് അറ്റം ഇങ്ങനെ ഇരിക്കണമുണ്ട്, മറ്റേ റൗണ്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അധികം പോവില്ല. നമ്മൾ തുഴഞ്ഞ് ഒരു കണ്ടൽക്കാടിൻ്റെ അവിടെ എത്തി. നമ്മൾ തുടങ്ങിയത് അറ്റത്തുനിന്നായിരുന്നു, അവിടെ നിന്ന് അറ്റത്താതെ തുടങ്ങി. അങ്ങനെ തുഴഞ്ഞ് അവിടെ എത്തി. നമ്മൾ പറഞ്ഞ സ്ഥലം ഇനിയും ഉണ്ട്, അങ്ങോട്ടേക്ക് പോകുന്നില്ല, കാരണം ഇനിയും തിരിച്ച് തുഴയണം. അതുകൊണ്ടാണ് പോകാത്തത്. പോകണമെങ്കിൽ പോകാൻ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് നേരത്തെ വീട്ടിലെത്തണം, എനിക്ക് ക്ലാസ് ഉണ്ട്. അതുകൊണ്ടാണ് കമ്പ്യൂട്ടർ സയൻസ് ആണ് എൻ്റെ ബാച്ച്. അപ്പോൾ അതിന് ക്ലാസ് ഉണ്ട്. ഇത്ര നാൾ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞില്ല, ഇന്ന് രാവിലെ പെട്ടെന്ന് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും പോയേ പറ്റുള്ളൂ. അപ്പോൾ ഇനി തുഴഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ചീനവലയുടെ അവിടെ വരെ പോകാൻ വേണ്ടി റിട്ടേൺ അടിച്ച് നമുക്ക് അത്രയും പോകാനുണ്ട്. ഏകദേശം ഒരു എത്ര മീറ്റർ ആയിട്ടുണ്ടോ? അത്രയും നമ്മൾ വന്ന്. അപ്പോൾ ഏതായാലും ഇനിയും അത് തന്നെ തിരിച്ചു പോകണ്ടേ. അപ്പോൾ ഒരു 500 കിലോമീറ്ററായി. അപ്പോൾ ഇതാണ് ഇവിടെ പറയണത്. ശരിക്കും പറഞ്ഞാൽ ആ ചേട്ടൻ പറഞ്ഞത് ഇവിടെ ആഴുമില്ലെന്ന്. പക്ഷെ എനിക്ക് കണ്ടിട്ടൊന്നും തോന്നണില്ല. ആഴുമില്ല, കണ്ടോ. ഇതിൻ്റെ ഒരു പകുതിയല്ല ദേ കണ്ടോ, ചെളി കുത്തി. വലിയ ആഴമൊന്നുമില്ല, അതുകൊണ്ട് വലിയ ഡേഞ്ചർ ഒന്നുമല്ല. പിന്നെ നമ്മൾ അപ്പുറത്ത് കാണുന്നത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരി ഭാഗമാണ്. നമ്മൾ ഓൾറെഡി പണ്ട് അതിന് ഫസ്റ്റ് ബ്ലോഗൊക്കെ കരിയാണ്. ഇത് അവിടെയാണ് കരി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് പോവാം. എല്ലാവർക്കും ഇത് ഒരാൾക്ക് മാത്രമുള്ളതല്ല, നമ്മളിത് ഓപ്പൺ ആയിട്ട് എന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് കൊടുത്തിട്ട് ബുക്കിങ്ങിൻ്റെ ആവശ്യമില്ലല്ലേ? ബുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് തന്നെ. പിന്നെ വൈകുന്നേരം ആൾക്കാർ എനിക്കൊന്നും ടൂറിസ്റ്റ് അധികം ഇത് ആക്റ്റീവ് ആയിട്ടില്ല, അറിയില്ല. നമ്മുടെ ഇവിടെ അറിയില്ല, പക്ഷെ കുമ്പളങ്ങിയിലുണ്ട്. കുമ്പളങ്ങി അവിടെ എവിടെയോ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു, ഫേമസ് ആണ്. പക്ഷെ ഇവിടെ ഇതിപ്പോൾ ആൾക്കാർ അറിഞ്ഞ് വരുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു മാംഗ്രൂവ് റിസോർട്ട് ഉണ്ട്. ആ റിസോർട്ടിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് പോവാം. എന്തൊക്കെയാണ് ആ റിസോർട്ടിൽ ജസ്റ്റ് ഇത് പുറമേ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഇങ്ങനെ തുഴഞ്ഞു പോവാം. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് മൊത്തം കറങ്ങി കണ്ടൽക്കാടും കാര്യങ്ങളാണ് ചുറ്റും. പിന്നെ അവിടെ വീടുകളുണ്ട്. പിന്നെ ഇത് അവിടെയാണ് നമ്മുടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ വന്നത്. ഒരു ട്രീ ഹൗസും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒഴുക്കിൻ്റെ ഇതിൽ പൊസിഷനിൽ നമ്മൾ തന്നെത്താനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അത് തന്നെ. അപ്പോൾ പിന്നെ ആഴമില്ലെന്ന് നമുക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വലിയ ആഴമൊന്നുമില്ല, കാരണം വടികൾ ഇങ്ങനെ കുത്തി വെച്ചാണ് ആയിക്കോളൂ അടിയിലോട്ട്. അപ്പോൾ ഏതായാലും നമുക്ക് റിസോർട്ടിൻ്റെ സൈഡിൽ കൂടെ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകാം. 1 മണിക്കൂർ, നമ്മൾ എത്ര നേരം, അധികം നേരം ഒന്നും ആയിട്ടില്ലല്ലേ? അധികം നേരം ഒന്നും ആയിട്ടില്ല. ഏതായാലും നമുക്ക് ഇന്ന് തുഴഞ്ഞു നടക്കാം. അപ്പോൾ ഇപ്പോൾ ചീനവലയുടെ ഒരു സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇതാ കാണുന്നത് കണ്ടോ ക്യാമറയിൽ? ഇതാ കാണുന്നത് ചീനവല, ഒരു വഞ്ചിയൊക്കെ ഇട്ട് ആ ചീനവല അടിക്കണമെന്ന് വെച്ചാൽ ടൂണാണ് നമ്മൾ മുമ്പിൽ അടിക്കില്ലേ, അത് അടിച്ച് അവിടെ സെറ്റ് ആക്കണം. ചീനവല ഇട്ടിട്ട് പോവുകയാണ് എന്ന് വെച്ചാൽ ഈ ഒരു സെറ്റ് ആക്കണതാണ്. പിന്നെ ഇവിടെ ചീനവലിലെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ എല്ലാം സോളാർ പവർഡാണ്, പുറത്തുനിന്നുള്ള പവറൊന്നും അകത്തോട്ട് എടുക്കണില്ല, എല്ലാം സോളാർ പവർഡാണ് എല്ലാം. ഓക്കെ, ഇത് അവിടെ നിന്ന് ഇങ്ങനെ അറ്റത്ത് നേരെ ആയിട്ട് ഇപ്പോൾ അവിടെ അടിക്കുന്നുണ്ട്. അപ്പോൾ അതായത് നോക്കി ഇങ്ങനെ തുഴഞ്ഞു പോവാം. ഇതാ കാണുന്നതാണ് റിസോർട്ടിൻ്റെ ട്രീ ഹൗസ് എന്ന് പറഞ്ഞതാണ്. വലിയ ട്രീ ഹൗസ് ഒന്നും പറയാനില്ല, എന്നാലും ഒരു സെറ്റിന് ഒരു പേരുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രീ ഹൗസ്. അപ്പം ഇങ്ങനെ തുഴഞ്ഞ് പോവാം. ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സോളാർ പവർ ഉണ്ടോ, സോളാർ പാനൽ പൊക്കത്തിക്കണം. അങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ പൊക്കത്ത് സോളാർ പാനൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ തുഴയണില്ല, വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ തിരിയുന്നുണ്ട് തന്നെ. അങ്ങനെ നമ്മൾ വന്ന് അതിലാണ് നമ്മളെ റോഡ് വഴി വന്നത്. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അങ്ങനെ വന്നതാ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. ഏകദേശം ഒരു അരമണിക്കൂർ തികഞ്ഞുണ്ടാവില്ലല്ലേ, അരമണിക്കൂർ പോലും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനിയും അങ്ങോട്ടേക്ക് പോയാൽ നമ്മൾ ഇത്ര പെട്ടെന്ന് എത്തും. പക്ഷേ ഒരു പ്രശ്നമുള്ളൂ, ശരിക്കും പറഞ്ഞാൽ തുഴയണം, പിന്നെ നല്ലൊരു എക്സസൈസാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും ഒരു മസിലൊന്ന് വെട്ടിക്കേറിയാൽ തീർന്ന് തിരിച്ചു വരണമല്ല, നമ്മൾ അവിടെ തന്നെ നിൽക്കണമല്ലോ, തിരിച്ചു വരണം. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഒരാൾ ബാക്കിലുണ്ടാവും, അല്ലെങ്കിൽ ഒരാൾ മുമ്പിലുണ്ടാവും, അങ്ങനെ സപ്പോർട്ടിലേക്ക് വരാൻ കുഴപ്പമില്ല. ഒരാളെന്ത് പറഞ്ഞാൽ മതി. പക്ഷേ ബാക്കിലാണ് കൂടുതൽ കൺട്രോൾ. ഇപ്പോൾ തിരിയാനാണെങ്കിലും ബാക്കിലാണ് ഫുള്ള് കൺട്രോൾ വേണ്ടത്. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ പിന്നെ പുള്ളിനോട് ചോദിക്കാം പിന്നെ റേറ്റും കാര്യങ്ങൾ, പിന്നെ എന്തൊക്കെ ടൈപ്പ്, ഇതല്ലാണ്ട് വേറെ എന്തൊക്കെ വാട്ടർ സ്പോർട്സ് നല്ല ലോക്കൽ ഫിഷിംഗ് ഉണ്ട്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ എന്താണ് ചീനവല, എന്തൊക്കെ സംഭവം ഉണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് ചോദിക്കാം, ഞാനായിട്ട് വെറുതെ പൊട്ടത്തരം വിളിച്ച് പറയില്ല. അപ്പോൾ ഏതായാലും നമുക്കിനി തുഴഞ്ഞ് അങ്ങോട്ടേക്ക് പോകാം. വേറെ ഒന്നും ഇനിയിപ്പോൾ ഇവിടെ കാണിക്കാനില്ല, ഇതൊക്കെ തന്നെ. അറ്റം വരെ പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, പോയാൽ തിരിച്ചു തന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് തുഴഞ്ഞ് നമ്മളതാ ഞാൻ പറഞ്ഞ മരത്തിൻ്റെ ഇനി തൊട്ട് മുമ്പ് വരെ ഞങ്ങൾ പോയി, അങ്ങോട്ടേക്ക് എന്തായാലും പോയില്ല. അപ്പോൾ ഏതായാലും നമുക്ക് തുഴയാം. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്ക് അറിയില്ല ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്നുള്ളത്. അതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെങ്കിലും ജസ്റ്റ് ഒന്ന് വരിക, എക്സ്പീരിയൻസ് ചെയ്യുക. ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ഇതൊക്കെ. ഇപ്പം നമ്മൾ ഈ സംഭവത്തിന് വേണ്ടിയൊക്കെ നമ്മൾ ചിലപ്പോൾ ഗോവയിൽ പോവും, അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങൾ, ദുബായിലായിക്കോട്ടെ, ദുബായിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലും നമ്മുടെ കൊച്ചിയിലും ഈ സംഭവം ഉണ്ട്, കുമ്പളെങ്കിലുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ അടുത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യം നല്ലത് തന്നെയാണ്. അപ്പോൾ ആൾക്കാർ വരിക, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞു വേറെ ഉണ്ട്. ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു ഫാമിലി ട്രിപ്പ് ഉണ്ട്. ഫാമിലി എൻജോയ്മെൻറ്റിന് പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. ഇപ്പോൾ ഉച്ചയാണ്, ഇപ്പോൾ നല്ല വീലുണ്ട്. പക്ഷേ വൈകുന്നേരമൊക്കെ വന്നാൽ അതിനെ നൈസായിരിക്കും. പിന്നെ ഒഴുക്ക് നോക്കാം, ഒഴുക്ക് എങ്ങോട്ടാന്ന് നോക്കിയിട്ട് അതനുസരിച്ച് തുഴയാം. അപ്പോൾ ഏതായാലും നമുക്കിനി തിരിച്ച് കയറിയിട്ട് കാണാം. അപ്പുറത്ത് കുത്തി അങ്ങനെ നമ്മുടെ കയാക്കിങ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി തിരിച്ചു വരാം. നമുക്ക് ഇനിയും വരാമല്ലോ. നമുക്ക് ഇനിയും കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, അവരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ എന്താ സംഭവം എന്ന് അങ്ങനെ ആൾക്കാർ അറിയട്ടെ. നല്ല കാര്യങ്ങളല്ലേ, നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ഉള്ളത് നല്ല കാര്യമാണ്. എൻ്റെ ബാഗ്, ഹെൽമെറ്റ് എല്ലാം ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ എത്ര നാളെ തുടങ്ങിയിട്ട്. പിന്നെ ഇതല്ലാണ്ട് കയാക്കിങ് അല്ലാണ്ട് പിന്നെ വേറെ എന്തൊക്കെയാണ് ഉള്ളത്. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ തന്നെ ആൾക്കാർക്കും എല്ലാം റെക്കമെൻഡ് ചെയ്യണ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങളിതൊരു 3 വർഷമായിട്ട് ഇതിവിടെ ഒരു ചീനവല സെറ്റപ്പ് ചെയ്യുകയും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഫിഷിങ്ങിന് ആയിട്ട് നമ്മൾ അനുവദിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കയാക്കിംഗ് ഉണ്ട്. കയാക്കിംഗ് അറിയാത്തവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടാണ് വിടുന്നത്. അതിൻ്റെ എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഒക്കെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അതൊക്കെ ചെയ്യാനായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ലോക്കൽ കനൂസ് ഉണ്ട്.
ഒരു സിംഗിൾ പേഴ്സൺ തുഴയുന്നത്. അത് ഞങ്ങളുടെ ഒരു 12 കെനൂസ് ഉണ്ട്. ഇവിടെ ഇതൊരു ഈ തൊട്ടിപ്പുറത്തുള്ളത് ഒരു ചെമ്മിക്കെട്ടാണ്. അതൊരു 300 ഏക്കർ വരുന്ന ചെമ്മിക്കെട്ടാണ്. അത് ഫുള്ള് മാംഗ്രൂവ്സ് പിടിച്ച് നല്ല തിങ്ങി വളർന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. നമ്മൾക്ക് അതിൻ്റെ അകത്തുകൂടിയൊക്കെ റൈഡ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗി ആസ്വദിക്കാൻ പറ്റും. ഇവിടെ മൊത്തം ചീനവലകളുണ്ട്. ഇവിടെ എല്ലാവർക്കും വരാവുന്നേ ഉള്ളൂ. ഇവിടെ വൈകിട്ട് എല്ലാവർക്കും വന്ന് റിലാക്സ് ചെയ്യാനായിട്ടൊക്കെ നല്ലൊരു സ്ഥലമാണ്. ഒത്തിരി ആളുകൾ വന്ന് ഇവിടെ ചൂണ്ടയിടുന്നുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. നമുക്ക് അപ്പുറത്തോട്ട് പോയാൽ പിന്നെ റൂമിന്റെ കാര്യങ്ങളും അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇപ്പൊ ഞങ്ങൾക്ക് ഈ കളത്തറച്ചാലിന്റെ അകത്ത് തന്നെ ഞങ്ങളൊരു ഹോം സ്റ്റേ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പൈററ്റ് ഹോംസ് എന്നും പറഞ്ഞിട്ട് അവിടെ നമുക്ക് 5 റൂമുണ്ട്. ഇപ്പൊ നമ്മള് ഔദ്യോഗികമായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ തൊട്ട് അടുത്ത് എൻ്റെ ഒരു ബ്രദറിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഫുള്ളി ഓപ്പൺ ആയിട്ടില്ല. എന്നാലും നമ്മൾ ചെറിയ ക്രൗഡഡ് എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് 5 റൂംസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യാം അല്ലേ? നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും ഇവിടെ വന്ന് ജസ്റ്റ് ചെയ്തേനാലും. ബെസ്റ്റ് ടൈം പറയുകയാണെങ്കിൽ ഈവനിങ് ആയിരിക്കും അല്ലേ? ഈവനിങ് ആയിരിക്കും, അല്ലെങ്കിൽ മോർണിംഗ് വരും. ഞങ്ങൾ രാവിലെ എല്ലാ ദിവസവും 6 മണിക്ക് കയാക്കിംഗ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് കുമ്പളങ്ങി ഇടക്കൊച്ചി വരെ പോയിട്ട് തുഴഞ്ഞിട്ട് വരും. നമ്മുടെ ഫ്രണ്ട്സും പിന്നെ ഉള്ള ആളുകളൊക്കെ ആയിട്ട്, അതല്ല പുതിയ ആളുകൾ വരികയാണെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അവരെയും വിടാറുണ്ട്. രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വരുന്നതായിരിക്കും നല്ലത്. കുറച്ച് ഇപ്പോൾ ഒരു സൺലൈറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്കൊരു ടയർഡ്നെസ്സും ഇതൊക്കെ വരും. പക്ഷെ മോർണിംഗ് ആ സൺറൈസും ഈവനിങ് ആ സൺസെറ്റും ഒക്കെ തുഴയണമെങ്കിൽ കുറച്ച് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കുറച്ച് ബ്യൂട്ടിഫുൾ ആയിരിക്കും. സീനറീസ് ഒക്കെ എല്ലാം നല്ലതായിരിക്കും. അങ്ങനെ ആയിരിക്കും. നമ്മുടെ ഇന്നത്തെ വാട്ടർ സ്പോർട്സും കാര്യങ്ങളും കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോ കൊടുത്ത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വന്ന് എൻജോയ് ചെയ്യുക. ഒരു വീക്കെൻഡൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. വീക്കെൻഡിൽ തിരക്കുണ്ടാവും അറിയാനില്ല. പുള്ളി പറഞ്ഞത് 3 വർഷമായി എന്നാണ്, പക്ഷെ ഞങ്ങൾ ഇപ്പോഴും അറിയണേ. പിന്നെ ഇവിടെ ചേട്ടൻ പറഞ്ഞ പോലെ കാനോയും കാര്യങ്ങളുണ്ട്. സിംഗിൾ പേഴ്സൺ ഉണ്ട്. പിന്നെ രാവിലെ വന്നാൽ അവർ റൈഡിന് പോകുന്നുണ്ട്. അവർ കുമ്പളങ്ങി വരെയൊക്കെ നല്ല ലോങ് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വന്നാൽ ഉറപ്പം ജോയിൻ ചെയ്യാം. അപ്പോൾ ഏതാണ് പഠിപ്പിച്ചും തരും, ട്രെയിനിങ് ആവും. പിന്നെ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയൊക്കെ പറഞ്ഞു തരും, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ജസ്റ്റ് പറഞ്ഞു തരും. എങ്ങനെ തുഴയേണ്ടതെന്ന്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഡീപ്പും കാര്യങ്ങളും സേഫ്റ്റി പരമായിട്ടെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് എൻഡ് അപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ വന്നിട്ട് അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും നമ്മുടെ കമൻറ്റിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഗുഡ് എക്സ്പീരിയൻസ് ആണെങ്കിൽ ഗുഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എല്ലാം പറയാം. ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളെന്തായാലും ഇനിയും വരും. ഓക്കെ, നമുക്കിപ്പോൾ അങ്ങോട്ടേക്കാണ് പോയത്. ഇനി ബാക്കിലുണ്ടോ? ബാക്കിലും കുറേ ഭാഗങ്ങളുണ്ട്. നമുക്ക് വരാം, ഇനിയുണ്ട്. മീനുണ്ടോ? അതുകൊണ്ട് ഇവിടെ ചെമ്മിങ്കട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മൊത്തം മാംഗ്രൂവും കാര്യങ്ങളും മൊത്തം കണ്ടൽക്കാടാണ് മൊത്തം. അപ്പോൾ അതെന്തായാലും നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ഇല്ല, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ എന്തായാലും വരും. അപ്പോൾ അത് അടുപ്പിച്ചെന്തായാലും ഇടണല്ല, പിന്നീടായാലും നമുക്ക് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്താൽ